എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെസ്സി ജെയ്സൺ. ഒത്തിരി സ്വപ്നങ്ങളുമായി നിറയെ ഓർമ്മകളുമായി വേണം മരിക്കാനെന്ന് പറയാറുണ്ട്. നിറവേറാത്ത സ്വപ്നങ്ങൾ പേറി നിരാശപ്പെടുന്നല്ല ജീവിതം, മറിച്ച് നിറമാർന്ന അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകേണ്ടതാണ്. ഓരോ യാത്രയും നമുക്കായി കരുതി വയ്ക്കുന്നത് എന്ത് നല്ല ഓർമ്മകളാണ്, മനസ്സിന് കുളിർമയുള്ള ഓർമ്മകൾ. എനിക്ക് യാത്ര ഒത്തിരി ഇഷ്ടമായിരുന്നു. പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കാറുണ്ട്. യാത്ര പോകാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ കളയാറില്ല. എൻ്റെ ഈ പരിമിതിയിലിരുന്നു കൊണ്ട് പോകാൻ പറ്റുന്നിടത്തേക്കെല്ലാം പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ള യാത്രയുടെ അനുഭവവും അവിടെ കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ഒരു യാത്ര പാവർട്ടി പള്ളി പെരുന്നാൾ കാണാനാണ്. അതാണ് എൻ്റെ അപ്പൻ ഞങ്ങളെന്നെ കാണാൻ കൊണ്ടുപോവുക. തലേദിവസം രാത്രി 9:30 പോകുന്ന ആ ബസ്സിൽ ഞങ്ങൾ കയറും. പള്ളിയുടെ അവിടെ വരെ ആ ബസ് ഉണ്ടാവും. വേറെ കയറി ഇറങ്ങി പോകുന്നു വേണ്ട. ആ ബസ്സിൽ കയറി നമ്മുടെ എത്തി കഴിയുമ്പോൾ തന്നെ കാണാം രണ്ട് സൈഡും ലൈറ്റിൽ മുങ്ങി കിടക്കുന്ന വഴി. അതെത്തുന്നത് പള്ളിയുടെ മുമ്പിലേക്കാണ്. ആ പള്ളി തന്നെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ വരും. എന്താ വെച്ചാൽ ആ ലൈറ്റിൻ്റെ ഭംഗിയിൽ നിൽക്കുന്ന ആ പുണ്യാളൻ്റെ രൂപവും അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന ആ അലങ്കാരങ്ങളെല്ലാം മനസ്സിന് വല്ലാത്തൊരു കുളിർമ കിട്ടുന്നതാണ്. അതിനുശേഷം പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടും പിന്നെ ഒരു കുർബാനയും കഴിഞ്ഞ് ഞങ്ങളിൽ ആദ്യത്തെ ബസ് തന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരും. അതാണ് എൻ്റെ യാത്ര. ആ യാത്ര അവിടെ കഴിഞ്ഞു. പിന്നെ ഒരു കാത്തിരിപ്പാണ് അടുത്ത യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അടുത്ത പള്ളി പെരുന്നാൾ വരുന്നത് വരെ നമ്മൾ കാത്തിരിപ്പാണ് അവിടെ. പിന്നെ ഞാൻ പോയത് വെളങ്ങണ്ണി കാണാൻ. വെളങ്ങണ്ണി യാത്രയായിരുന്നു. ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പായിരുന്നു വെളങ്ങണ്ണിക്ക് പോവുക. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു യാത്ര എനിക്ക് മനസ്സിന് സഫലമാക്കാൻ പറ്റി. പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ടു. അങ്ങനെ പോകുമ്പോൾ രാത്രിയിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ പോകുമ്പോൾ കണ്ടതായിരുന്നു പഴനിമല. രണ്ട് ഭാഗവും ലൈറ്റിൽ മുങ്ങി കിടക്കുന്ന പഴനിമല കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങോട്ട് കയറാനൊന്നും പറ്റിയില്ല. നിറച്ച് സ്റ്റെപ്പായ കാരണം നമുക്കത് കയറാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ പോയത് മധുര മീനാക്ഷി ക്ഷേത്രം കാണാനായിരുന്നു. ആ ക്ഷേത്രം ഞാൻ ചിത്രത്തിലും പഠിക്കുന്നതിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അടുത്ത് ചെന്ന് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത അതിശയം തോന്നി. എന്താ വെച്ചാൽ അത്ര നല്ലൊരു അമ്പലമായിരുന്നു അത്. എവിടെ നോക്കിയാലും കല്ലിൽ കൊണ്ട് തീർത്ത ഒരു വല്ലാത്തൊരു അമ്പലം. എവിടെ നോക്കിയാലും കല്ലിൽ മാത്രം കൊത്തി നിർത്തിക്കുന്ന പ്രതിമകളും വിഗ്രഹങ്ങളും തൂണും തുരുമ്പും എല്ലാം കല്ലുകൊണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതൊരു പ്രത്യേക തരം കാഴ്ച തന്നെയായിരുന്നു. പിന്നെ തഞ്ചാവൂർ ക്ഷേത്രങ്ങൾ കണ്ടു. അവിടെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ കല്ലിൽ തീർത്ത ഓരോ ഭാഗങ്ങളാണ്, എല്ലാം ഗുഹകളും എല്ലാം ഉണ്ട്. തഞ്ചാവൂർ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി യാത്രകൾ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെളങ്ങണ്ണിക്ക് എത്തി. വെളങ്ങണ്ണി മാതാവിൻ്റെ അടുത്ത് ചെന്നു. കടൽക്കരയിൽ പോയി ബീച്ചൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ പോന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കന്യാകുമാരി കാണാൻ പോകണമെന്ന്. പഠിക്കുന്ന കാലത്ത് കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പോകാനായിട്ട്. പക്ഷേ സാധിച്ചില്ല. നമ്മുടെ ഈ പരിമിതിയിലിരുന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞതിന് ശേഷം യാത്ര ഞാൻ അവിടെ പോയിട്ടില്ല. അങ്ങനെ ഞാൻ കന്യാകുമാരിയും കണ്ടു. കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ കണ്ടു. വിവേകാനന്ദൻ്റെ പാറയും ത്രിവേണി സംഘമൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. അത്ര തിരക്കായിരുന്നു അവിടേക്ക് പോകണോടത്ത്. അതെല്ലാം ഞാൻ മനസ്സിൽ കണ്ടിട്ട് തിരിച്ചു പോന്നു. ഉദയം കണ്ടു. പുലർച്ചെ എണിച്ച് പോയി ഞങ്ങൾ ഉദയം കാണാൻ വേണ്ടിയിട്ടെത്തി. ആ തണുത്ത കാറ്റും കൊണ്ട് സൂര്യൻ മറനീക്കി വരുന്നത് കാത്ത് ഞങ്ങളോട് കുറേ നേരം ഇരുന്നു. അങ്ങനെ അതും കണ്ടു. കന്യാകുമാരി വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കാണാനായിട്ട്. അവിടെ നിറച്ച് ലൈറ്റിൽ മുങ്ങി കിടക്കുന്ന ആ വിവേകാനന്ദൻ്റെ ചിത്രവും പ്രതിമയും എല്ലാം നമ്മുടെ മനസ്സിന് വല്ലാണ്ട് കുളിര് കോരിക്കും. രാത്രി കാലങ്ങളിൽ കടൽക്കരയിൽ പോയിരിക്കാനും ഒരു പ്രത്യേക സുഖം തന്നെ. ചുറ്റിനും ലൈറ്റ് ഇട്ടിട്ടിരിക്കുന്ന ആ ഒരു കടലിൻ്റെ ആ ഭംഗി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ത്രിവേണി സംഗമവും വിവേകാനന്ദ പാറയെല്ലാം മനസ്സിൽ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് പാലക്കാടായിരുന്നു. പാലക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ വഴിയും പാലക്കാടൻ കാറ്റും കൊണ്ട് ഒരു യാത്ര. കേരളത്തിൽ നെല്ലറ എന്നാണ് പാലക്കാട് അറിയപ്പെടുന്നത്. ആദ്യം കണ്ട പാലക്കാട് കോട്ട, പിന്നെ അവിടെ ഹൈദരാലിയുടെ കോട്ടയും കണ്ടു. അതിനുള്ളിൽ നല്ല വിശാലമായ മൈതാനവും ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലവും എല്ലാം കണ്ടു. പിന്നെ പോയത് മലമ്പുഴ ഡാം കാണാനാണ്. മലമ്പുഴ ഗാർഡൻ കണ്ടു. ഡാമിലേക്ക് കയറാൻ പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ പോയത് കൊല്ലങ്കോട് കാണാനാണ്. നെല്ലിയാമ്പതി മലനിരയുടെ താഴ്വാരമുള്ള ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട്. അവിടെയുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടം, പിന്നുള്ളത് കുടിലടം. പല പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ ഉണ്ട് ഇവിടെ. ചില ഭാഗങ്ങളിൽ ഓലമേഞ്ഞ മാടങ്ങൾ കാണാം. ഇതാണ് കുടിലടം. വയലുകളുടെ സംരക്ഷണത്തിനായി വേണ്ടി കൃഷിക്കാർ തങ്ങുന്നിടമാണ് ഈ കുടിലടം. പിന്നെ ഉള്ളത് നെല്ലറയാണ്. നെല്ല് എല്ലാം കൊണ്ടുവയ്ക്കാനുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് നോക്കിയാൽ മലനിരകൾ കാണാം. നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ട് മനോഹരമായ കാഴ്ചയായിരുന്നു അത്.
ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചൂടുള്ള പരിപ്പ് വടയും ചായയും കുടിച്ച് തിരിച്ചു പോന്നു ഞങ്ങൾ. പിന്നെ ഞാൻ പോയിട്ടുള്ളത് മൈസൂരാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് മൈസൂർ. അവിടെയുള്ള കാഴ്ചകളിൽ ഒന്നാണ് മൈസൂർ പാലസ്. മനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേര് കേട്ട ഒന്നാണ് ഈ പാലസ്. അതിനുള്ളിൽ പോയാൽ ഒത്തിരി കാണാനുണ്ട്. പഴയ യുദ്ധപീരങ്കികൾ, പിന്നെ ദർബാർ ഹാള്, നൃത്തം കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, പഴയ തർക്കങ്ങൾ തീർക്കുന്ന നടുമുറ്റം, അങ്ങനെ ഒത്തിരി. പിന്നെ ഉള്ളത് ചാമുണ്ഡി ക്ഷേത്രമാണ്. ഒത്തിരി സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടേക്കും പോയില്ല. പിന്നെ കണ്ടത് വൃന്ദാവൻ ഗാർഡനാണ്. പലതരം സംഗീതം കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടവും പലതരത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വെള്ളക്കെട്ടും, പിന്നെ ഉള്ളത് സെൻറ്റ് ഫിലോമിന ചർച്ച്. ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ ഉള്ളത്. ഗോലിക മാതൃകയിലാണ് ആ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ മാതാവിൻ്റെ പ്രതിമ ഇരിക്കുന്നത് തന്നെ ഒരു കുണ്ടിൻ്റെ ഉള്ളിലിരിക്കണ പോലെയാണ്. അവിടേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം അത് കാണണമെങ്കിനായിട്ട്. അങ്ങനെ ഒത്തിരി യാത്രകളും പോയിട്ടുണ്ട് ഞാനെല്ലാം. എനിക്കിവിടെ പറയാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. എൻ്റെ യാത്രാ അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും ഒത്തിരി യാത്ര പോയതിൻ്റെ വിശേഷം പറയാനുണ്ട്. എന്നാലും നിർത്തുന്നു. ഇങ്ങനെ ഒരു അനുഭവക്കുറിപ്പ് പറയാൻ വേദി ഒരുക്കി തന്ന ദർശന ബാസ്കറ്റ്ബോൾ ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.